എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോഴത്തെ കാര്യത്തിലേക്ക് കിടക്കും. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടായിരുന്നു. അനിഴം നക്ഷത്രക്കാർക്ക് ശനി ദോഷം ബാധിച്ചാൽ അതിനെ നേരിടുന്ന 5 പരിഹാര ക്രിയകൾ ഞാനത് വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമുക്ക് ശനിദശ കാലഘട്ടം പോലെയാണ് നമ്മുടെ ഗ്രഹനിലയിൽ രാഹു കേതുക്കളുടെ പ്രശ്നങ്ങൾ, അല്ലേ? അതായത് നമുക്ക് ദശാസന്ധ്യകൾ മാറി വരുന്ന സമയത്ത് ഈ രാഹു കേതുക്കളുടെ ഉപദ്രവകാര്യങ്ങളുണ്ടെങ്കിൽ ശനിദോഷയെക്കാട്ടിയും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ രാഹു കേതുക്കളുടെ സമയത്ത് നമുക്കുണ്ടാകാം. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ രാഹു കേതുക്കളുടെ ദോഷകാര്യങ്ങൾക്ക് നമ്മൾ പരിഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമുക്ക് വീടിനകത്തൊരു സമാധാനം കിട്ടത്തില്ല. നമുക്ക് എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര രീതി ഉണ്ടെങ്കിലും നമുക്ക് ശരീരത്ത് ഓരോരോ രോഗദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും. രോഗദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ എപ്പോഴും ക്ഷീണം ഉണ്ടാകുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോവുക, അതായത് പനികൾ നമുക്ക് തുടരെ വന്നുകൊണ്ടിരിക്കുക, ജലദോഷം, ചുമ, ശരീരത്തിൽ എപ്പോഴും ക്ഷീണം. നമ്മൾ നല്ലപോലെ ആക്റ്റീവായിരുന്ന സമയത്ത് നമ്മൾ ജോലിയിലൊക്കെ എന്താ പറയുക, ഉറക്കം വരിക. നമ്മൾ ജോലി സമയത്തൊക്കെ എന്താണ് പറയുക, ഒരു ബിസിനസ് പരമായ കാര്യങ്ങൾ നല്ലപോലെ പ്രവർത്തിച്ച് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതിൽ മുന്നോട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഉഴപ്പ് കാണിക്കുക. ഒരു ഉദാഹരണത്തിന് ഒരു ഓഫീസ് വർക്കോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇവർക്ക് രാഹു കേതുക്കൾ ദോഷമുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന സമയത്ത് നമുക്കൊരു ക്ഷീണം വരിക, നമ്മൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഉഴപ്പ് കാണിക്കുക, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രാഹു കേതുക്കൾ, ഇപ്പോൾ ശനിയുടെ അപഹാരം അനിഴം നക്ഷത്രക്കാർക്കുണ്ടെങ്കിൽ അവിടെ രാഹുവിൻ്റെ അപകാരം ഉണ്ടാകും, കേതു, അതായത് ശുക്രൻ, അങ്ങനെ പല പല അപഹാരകാര്യങ്ങൾ കടന്നു പോകുന്ന സമയഘട്ടങ്ങളിൽ രാഹു കേതുക്കൾ, അതായത് നമ്മുടെ ഗ്രഹനിലയിൽ ഏത് രീതിയിലാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത്, അതായത് ലഗ്നം തൊട്ട് 2ൽ രാഹു ഒക്കെ നിൽക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെ 7ലെ വിവാഹ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ ദാമ്പത്യപരമായ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അഷ്ടമത്തിൽ നിൽക്കുകയാണെങ്കിൽ അസുഖങ്ങൾ. അപ്പം നമ്മുടെ ഗ്രഹനിലയിൽ എവിടെയാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത്, ആ ഗ്രഹനില എനിക്ക് അയച്ചു തരുവാണെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി തരാം. ഒപ്പം തന്നെ പരിഹാര കാര്യങ്ങൾ ചെയ്തുതരാം. ഇതിങ്ങനെ പരിഹാരം ചെയ്യാതെ പോവുകയാണെങ്കിൽ നമുക്ക് 2025 സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും. ഒപ്പം തന്നെ ശനിദോഷത്തിന് പരിഹാരം ചെയ്യുന്നവർ രാഹു കേതുക്കളെയും കൂടെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ചോദിക്കും, നമ്മളെ എല്ലാ ഗ്രഹങ്ങളുടെയും പുറകെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ നേരം കാണത്തുള്ളൂ. അത് വേറൊരു സത്യം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദോഷകാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളെ വിശ്വസിക്കുന്ന ഉപാസനമൂർത്തി ഏതാണ്, ഉപാസനമൂർത്തിയോട് നമ്മൾ കാര്യം പറയും. ഒരു ഉദാഹരണത്തിന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലർ കാളി ഭക്തരായിരിക്കും, ഇല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭക്തരായിരിക്കും, ശിവഭക്തനായിരിക്കും. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മഹാദേവൻ നോക്കും, ഇല്ലെങ്കിൽ എൻ്റെ സുബ്രഹ്മണ്യം നോക്കും, കാളി നോക്കും, ശാസ്താവ് നോക്കും. അപ്പോൾ നമ്മൾ ഏത് ഉപാസനമൂർത്തിയാണോ വിശ്വസിക്കുന്നത് ആ ഉപാസനമൂർത്തിയുടെ ഒരു ബലം ഉണ്ടാകണം. അതായത് ഗ്രഹദോഷങ്ങളും കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്താണ്, നമ്മുടെ ചിലവർക്ക് എന്താ പറയുക, ഉപാസന ഇല്ലാത്തവരുണ്ട്, സാധാരണ രീതിയിൽ അമ്പലങ്ങളിൽ പോകുന്നവരുണ്ട്. അപ്പോൾ ചിലവർക്ക് സമയം മോശമാകുമ്പോഴത്തേക്ക് ഈ രാഹു കേതുക്കളുടെ പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട്. നമ്മൾ പരിഹാര കാര്യങ്ങൾക്ക് പോകാതിരിക്കുമ്പോൾ വീണ്ടും നമ്മളെ പ്രശ്നങ്ങൾ കൂടും. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ പരിഹാര കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? ഈ പരിഹാര കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാണെങ്കിൽ വീണ്ടും നമ്മൾ 2025 ജോലിപരമായ തടസ്സങ്ങളും കാര്യങ്ങളും നമ്മളെ നേരിടും. അപ്പം നമുക്കത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്, അല്ലേ? ജോലി തടസ്സം നേരിടുമ്പോൾ തന്നെ നമുക്കിതുണ്ടാകും. അപ്പം അനിഴം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ഗ്രഹനിലയിൽ എത്രയിലാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത്, അതിന് പരിഹാര കാര്യങ്ങൾ, ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകും. അപ്പോൾ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുന്ന 5 വഴിപാടുകളും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അനിഴം നക്ഷത്രക്കാർ. അപ്പോൾ ഇത് ചെയ്തു പോവുകയാണെങ്കിൽ 2025 ജോലിയിൽ പുരോഗതികളുണ്ടാകും. നമുക്ക് വീട്ടിൽ കയറുമ്പോൾ സന്തോഷം, സമാധാനം ഉണ്ടാകും, സാമ്പത്തിക ലാഭം ഉണ്ടാകും. അതായത് ജോലി ചെയ്യുന്ന അനുസരിച്ചുള്ള പൈസ ഇപ്പോഴും നമ്മുടെ കൈ കാണും. അപ്പോൾ നമുക്ക് ഒരിക്കലും നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. നഷ്ടങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ വീണ്ടും അടുത്തടുത്തുനിന്ന് കടം മേടിക്കും. അപ്പോൾ സാലറി കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കും, വീണ്ടും ഇങ്ങനെ തന്നെ ആകും, അല്ലേ? അപ്പോൾ സാലറി കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും അടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മേടിച്ചത് നമുക്ക് ഒട്ടും കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ വീണ്ടും കടം മേടിക്കും. അങ്ങനെ കടം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഓരോ മാസം കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഉള്ള വസ്തുക്കളൊക്കെ നമ്മൾ വിൽക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ വീണ്ടും താഴത്തെ ലെവലിലേക്കാക്കി പോകും. അപ്പോൾ നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഉള്ള ജോലി പോകാതെയും നമുക്ക് സന്തോഷപരമായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാഹു കേതുക്കളെ പ്രീതിപ്പെടുന്നത് വെച്ചാൽ, രാഹു ശരിക്കും പറഞ്ഞാൽ നമുക്ക് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോകാറില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബക്കാർ തമ്മിൽ പരസ്പരമുള്ള വഴക്കാണ്.
അല്ലേ? അവരെന്ത് വിചാരിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആ ഒരു കുടുംബത്തിൽ ഉള്ള ആൾക്കാരുടെ വീട്ടിലായിരിക്കും ഈ കാവിരിക്കുന്നത്. അപ്പം നമ്മൾ അവരുമായിട്ട് വഴക്കാകുന്ന പേരിൽ അവിടെ പൂജാതി കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് കുടുംബക്ഷേത്രത്തിൽ പോകത്തില്ല. ഓ, അവരെന്ത് വിചാരിക്കും? നമ്മൾ അവരുടെ മുമ്പിൽ തോറ്റേന്ന് തുല്യമാണെന്ന് ഈ കുടുംബക്കാർക്ക് ഒരു തോന്നലുണ്ടാകും. അപ്പോൾ അവരുടെ വീട്ടിൽ കാവിരിക്കുന്നുണ്ട്, നമ്മൾ അവിടെ പോയി തൊഴത്തില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സമയത്ത് വേറെ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുമ്പോൾ ഭാഗ്യം കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ രാഹുകേതുക്കളെ പ്രീതിപ്പെടുക്കുന്ന കുടുംബപരമായ ക്ഷേത്രത്തിൽ അവിടെ രാഹുകേതുക്കൾ, സർപ്പക്കാവുണ്ട്, നാഗരാജാവുണ്ട്, നാഗേശിയുണ്ട്. അവിടെ പോയി തൊഴുതതിന് നമുക്ക് യഥാശക്തി വഴിപാട്, നമ്മുടെ സാമ്പത്തികം പോലെ നമുക്ക് എന്തെങ്കിലും എന്ന് വെച്ചാൽ വഴിപാട് ചെയ്യുക. ആയില പൂജ നടത്തുക, ഇല്ലെങ്കിൽ അവിടെ സർപ്പങ്ങൾക്ക് എണ്ണ കൊണ്ടു കൊടുക്കുക. അത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഒരു വഴിപാട് നമ്മളവിടെ സർപ്പങ്ങൾക്ക് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കരുത്. അവർ തമ്മിൽ വഴക്കാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് അവരിവിടെ തൊഴണ്ട കയറണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവിടെ അവർക്കാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വഴക്കുള്ള വീട്ടിൽ നമ്മളൊരു എണ്ണ കൊണ്ട വെച്ച് നമ്മൾ പോകുമ്പോൾ അതെടുത്ത് കളയണമെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ്. അവരെ അമ്പലത്തിൽ വരുന്നവരെ വിലക്കാനും പറ്റത്തില്ല. അങ്ങനെ നിങ്ങളുടെ എണ്ണ അവർ കൊണ്ട് കളയുവാണെങ്കിൽ അതിൻ്റെ ദോഷം തീർച്ചയായിട്ടും അവർക്ക് ഓൺ ദ സ്പോട്ട് അവർക്ക് അതിൻ്റെ അനുഭവം തീർച്ചയായിട്ടും കിട്ടും, അല്ലേ? അപ്പോൾ അങ്ങനെ പിണക്കമുള്ളവർ അവരോട് മിണ്ടിയില്ലെങ്കിൽ വേണ്ട, അവരുടെ കാവിലൊക്കെ പോവുക. കുടുംബക്കാരാണെങ്കിൽ കാവിൽ പോയി തൊഴുത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പം തന്നെ നമ്മുടെ ജാതകത്തിലുള്ള ഈ രാഹുകേതുകൾക്ക് ബലമുണ്ടായി നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, ഐശ്വര്യം, സമ്പത്ത്, അതായത് കടബാധകൾ ഉണ്ടാകാതെ നമുക്ക് 2025 പിടിച്ചു കിട്ടും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നവഗ്രഹ ക്ഷേത്രം കാണും. നവഗ്രഹ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 9 നവഗ്രഹങ്ങളുള്ള ക്ഷേത്രം. അത് കൂടുതൽ എന്നെ വിളിക്കുന്നത് കോഴിക്കോട്, കണ്ണൂരുള്ള ഭക്തജനങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചിലർക്കൊരു ഡൗട്ടുണ്ട്, അവിടെ എന്താ പറയുക, നവഗ്രഹ ക്ഷേത്രമില്ല. നമുക്ക് നവഗ്രഹ ക്ഷേത്രം അറിയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ നെറ്റിലൊന്ന് നോക്കുക, ഇല്ലെങ്കിൽ ആ ക്ഷേത്രമായി ബന്ധപ്പെട്ട ശാന്തിക്കാരനോടോ അവിടെ തിരുമേനിമാരോടോ ചോദിക്കുക, ഇവിടെ അടുത്ത് എവിടെയാണ് നവഗ്രഹ ക്ഷേത്രം. ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന 9 പേർക്കായിട്ട് കഴിക്കുക. പിന്നെ രാഹുവിനും കേതുവിനും നമ്മുടെ പക്കപ്പെരുന്നാൾ തോറും കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുക. അപ്പോൾ ഇത് ഗ്രഹങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജാതകത്തിലുള്ള രാഹുകേതുകൾക്ക് ബലം വെച്ച് നമ്മുടെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല പോലെ മാറിക്കിട്ടും. അത് നമുക്ക് ഈ നവഗ്രഹാർച്ചനയും കരിക്കിൻ്റെ അഭിഷേകം ഒരു 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. അനിഴ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് നവഗ്രഹ അർച്ചന ചെയ്യുക, ഒപ്പം തന്നെ രാഹുകേതുകൾക്ക് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും മംഗളങ്ങളും ഉണ്ടാകുകയാണ്. അടുത്ത മൂന്നാമതായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാനാണ്. നമ്മൾ നാരങ്ങ വിളക്ക്, അതായത് രാഹുർ ദോഷ ശാന്തിക്ക് നാരങ്ങ വിളക്ക് വളരെയധികം ഉത്തമമാണ്. അതായത് നമുക്ക് ത്വക്കുപരമായ അസുഖങ്ങൾ, തടസ്സങ്ങൾ, അതായത് നെഗറ്റീവപരമായ ചിന്തകൾ, ദുഃഖശമനം, അതായത് ദാരിദ്ര്യ ദുഃഖത്തിനൊക്കെ വളരെ അധികം ഉത്തമമാണ് ഈ നാരങ്ങ വിളക്ക്. അപ്പോൾ ഈ നാരങ്ങ വിളക്ക് നമുക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ കത്തിക്കാം. അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് നമുക്ക് വീട്ടിൽ കത്തിക്കാമെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് വീട്ടിൽ കത്തിക്കുന്നതിനെക്കാട്ടി നല്ലത്, വീട്ടിൽ കത്തിക്കുന്നതിനെക്കാട്ടി നല്ലത് ആ എനർജി കറക്റ്റ് ചെയ്ത് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പോൾ ഈ ഒരു നാരങ്ങ എടുക്കുക, ഈ നാരങ്ങ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 നാരങ്ങ മതി. 3 നാരങ്ങ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 3 7 തവണ നമ്മുടെ യുക്തി പോലെ നമ്മളൊന്ന് ഒഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ദോഷങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് തിരിച്ചേക്കാം. ചിലവർക്ക് പറയാറുണ്ട് തിരുമേനി നാരങ്ങ ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ ഇത് പൊട്ടാറുണ്ടെന്ന്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അധികം പഴുത്തത് നാരങ്ങ എടുക്കാതിരിക്കുക. അപ്പോൾ തിരിച്ച് വെക്കുമ്പോഴത്തേക്ക് അടിയിൽ പൊട്ടലുണ്ട്. അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് അത് ദോഷം ഉള്ളതുകൊണ്ടല്ലേ പൊട്ടിയുന്നത്. അത് നമ്മൾ ദോഷത്തിൻ്റെ കണക്കാക്കണ്ട, സ്വാഭാവികം ചിലപ്പോൾ എടുക്കുമ്പോൾ അത് കംപ്ലൈൻറ്റ് ഉണ്ടാകും. നാരങ്ങയിൽ നമ്മൾ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നെയ്യോ ഉപയോഗിച്ച് കഴിക്കുക. അത് നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുന്നത് ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ചാണ്. അപ്പം നമ്മൾ ഇത് നാരങ്ങ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ രാഹു ദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറണമെന്ന് പ്രാർത്ഥിച്ച് 3 നാരങ്ങ, അപ്പോൾ 3 നാരങ്ങ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 6 ഉണ്ടാവും, അല്ലേ? അത് ദേവീ ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ കത്തിക്കാം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കത്തിക്കുമ്പോൾ ചിലയിടത്ത് കത്തിപ്പിക്കാറില്ല, ചോദിച്ചതിന് ശേഷം മാത്രം കത്തിപ്പിക്കാവുള്ളൂ നാരങ്ങ വിളക്ക് കത്തിക്കാവുന്നത്. അപ്പോൾ ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതനുസരിച്ച് ആ തിരിയുടെ എനർജി മൂലം ആ ഈശ്വരൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാഹു കേതു ദോഷങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പരിഹാര കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊഴിലിലുള്ള തടസ്സങ്ങളൊക്കെ നേരെ നമുക്ക് പ്രമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തേടി വരും. അതായത് നിലവിൽ ജോലി
ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ തൊഴിൽപരമായ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറി ജോലിയിൽ സമ്പന്നനായ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ തേടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ജോലികൾ കിട്ടും. നമുക്ക് ദാരിദ്ര്യ ദുഃഖം ഒരിക്കലും അനുഭവിക്കത്തില്ല നാരങ്ങ വിളക്ക്. ഈ നാരങ്ങ വിളക്ക് നമുക്ക് 21 ആഴ്ച തുടരെ ചെയ്യാം. അത് ആഴ്ച കണക്കില്ല. ഈ ജോലിയുള്ള അനിഴ നക്ഷത്രക്കാർ ജോലി കളഞ്ഞ് ഒരു വഴിപാടുകളും കാര്യങ്ങളും ചെയ്യേണ്ട. ഞായറാഴ്ച പറ്റുന്ന പോലെ വഴിപാടുകളും കാര്യങ്ങളും ചെയ്ത് രാവിലെയോ വൈകിട്ടോ അത് നിങ്ങളുടെ യുക്തി. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് അന്ന് തന്നെ പോയി രസീത് എടുത്താൽ മതി. കാരണം അർച്ചനയാണല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കരിക്കിന് അഭിഷേകം ചെയ്യുന്ന അനിഴ നക്ഷത്രങ്ങൾ തലേദിവസം പോയി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തിരുമേനിയോട് പറയണം. കാരണം അഭിഷേകങ്ങളൊക്കെ നവഗ്രഹങ്ങൾക്ക് രാവിലെയാണ്. അതുകൊണ്ട് രാഹുവിനും കേതുവിനും കരിക്കുണ്ട്, അഭിഷേകമുണ്ട്. അത് പ്രത്യേകം പറയണം. രാഹുദോഷത്തിനും കേതുദോഷത്തിനും വേണ്ടിയാണ് തിരുമേനിയുടെ കാര്യം പറഞ്ഞിട്ട് അഭിഷേകം ചെയ്യാൻ പറയണം. അതായത് ഇപ്പം നാരങ്ങയുടെ പറഞ്ഞല്ലോ, അതായത് 3 കാര്യം പറഞ്ഞ് അതിന് 4ാമത്തെ കാര്യം മുക്കുറ്റി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു 108 മുക്കുറ്റിയോ 21 മുക്കുറ്റിയോ 54 നമുക്ക് മുക്കുറ്റി കിട്ടുന്ന ഇതനുസരിച്ച് നല്ലപോലെ വേരുൾപ്പെടെ പറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തടസ്സ കാര്യങ്ങൾ, അതായത് കർമ്മത്തിലുള്ള തടസ്സങ്ങൾ, ജോലിപരമായ തടസ്സങ്ങൾ, നമുക്ക് വീട് മേടിക്കാനുള്ള തടസ്സങ്ങൾ, വണ്ടി മേടിക്കാനുള്ള തടസ്സങ്ങൾ, വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ, അതായത് മംഗല്യപരമായ തടസ്സങ്ങളൊക്കെ അനിഴ നക്ഷത്രക്കാരെ മാറാൻ വേണ്ടി ഈ മുക്കുറ്റി ശരിക്കും പറഞ്ഞാൽ സിംഹഗണപതി മന്ത്രം കൊണ്ടോ വശ്യഗണപതി മന്ത്രം കൊണ്ടോ ഇത് അർച്ചന ചെയ്തു തരാൻ പറയണം. ഈ അർച്ചന ചെയ്തു തരുന്ന മുക്കുറ്റി കുറച്ചെടുത്ത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ സ്ഥാപനത്തിലോടോ നമ്മുടെ ഗ്രഹത്തിലോ വെക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മംഗല തടസ്സങ്ങൾ മാറും, ശത്രുദോഷങ്ങൾ മാറും, ദൃഷ്ടിദോഷങ്ങൾ മാറും, വിവാഹപരമായ തടസ്സങ്ങൾ, നമ്മൾ ഗൾഫിൽ പോകാനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നെങ്കിൽ ഈ ഒരു തടസ്സങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പരിഹാരമാണ് അനിഴ നക്ഷത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ മുക്കുറ്റി ഗണപതി ക്ഷേത്രത്തിൽ, കഴിവതും ഗണപതി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുമ്പോൾ തിരുമേനിയോട് പറയണം എനിക്ക് നല്ല രീതിയിൽ തന്നെ തടസ്സങ്ങളുണ്ട്. അപ്പോൾ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. 108 മുക്കുറ്റി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. 54 കൊണ്ട് ചെയ്യുക, 21 കൊണ്ട് ചെയ്യുക. അപ്പോൾ ചിലവർക്കൊരു ഡൗട്ട് കാണും, തിരുമേനി ഞങ്ങളുടെ അവിടെ ഒന്നും മുക്കുറ്റി കിട്ടാറില്ല. മുക്കുറ്റി കിട്ടാത്ത ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട. താമര, അതായത് താമര 3-4 താമര മേടിച്ചിട്ട് നമ്മൾ നല്ലപോലെ അടർത്തിയിട്ട് ഈ താമര കൊണ്ടും നമുക്ക് ചെയ്യാം. താമരയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ മുല്ലമുട്ട് കുറച്ച് മേടിച്ച് കൊടുത്ത് തിരുമേനോട് ഇത് അർച്ചന ചെയ്താൽ പറയുന്നത്. ബാക്കി നമ്മുടെ യുക്തിയാണ് അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ കൊടുത്തിട്ട് പോകരുത്. ഇതിൻ്റെ പ്രസാദം മേടിച്ചെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ ഫലമുണ്ട്. ഈ ഒരു പറയുന്ന വഴിപാട് 21 ആഴ്ച ഞായറാഴ്ച ദിവസം ചെയ്താലും മതി. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാഹു കേതു ദോഷ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏലസുകളും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ പറ്റിയെന്ന് വെച്ചാൽ അശ്വാരൂഢ മന്ത്ര ഏലസ്, അതേപോലെ തന്നെ നമ്മൾ സാമ്പത്തിക വിജയത്തിനും ഇതിനുമൊക്കെ ഉദ്ദേശിക്കുന്നത് വശ്യഗണപതി മന്ത്ര ഏലസ്. ഇത് നമുക്ക് ധരിക്കാൻ അത് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി ഏലസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തരുന്നതാണ്. ഒപ്പം തന്നെ 5ാമത്തെ കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ ഒരു തവണ എണ്ണ കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ വേറെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വീടിൻ്റെ അടുത്ത് കിടക്കുന്ന ദേശദേവതയുടെ പ്രീതി ഉണ്ടാകണം. ഒപ്പം തന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കാവുകളുണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കരുത്, അവിടെ പോയി എണ്ണ കൊടുക്കണം. ഒപ്പം തന്നെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വയസ്സുണ്ട് അത്രയും വയസ്സ് അനുസരിച്ച ഒരു മാല, അതായത് നാരങ്ങ കോർത്ത മാല നമ്മൾ ഗണപതി ഭഗവാന് കൊണ്ടുവിടുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ ഈ രാഹു കേതു ദോഷങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നാലുള്ള പരിഹാര കാര്യങ്ങളാണ്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് പൈസ കിട്ടും, അസുഖം വന്നാൽ മരുന്ന് മേടിക്കണം അല്ലേ. അത് ഞാൻ കൂടെ പറയുകയാണ്. ചില ആൾക്കാരുണ്ട് ഈ യൂട്യൂബിലൊക്കെ പറയാറുണ്ട് ലോട്ടറി അടിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് ലോട്ടറി മേടിച്ച് അവർ വെച്ചാൽ പോരെ. ചില നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുമെന്നൊക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോട്ടറി നമ്മൾ എന്തിനാണ് ഒരു പാവപ്പെട്ടവന് ഒരു ഉപകാരം ചെയ്യുന്നത്, അവൻ്റെ കഷ്ടങ്ങൾ കണ്ട് നമ്മളൊരു ലോട്ടറി എടുക്കുന്നത്. അത് നമ്മൾ ഇന്ന നക്ഷത്രക്കാർക്ക് അടിക്കുമെന്ന് ഒരിക്കലും പാടില്ല. അങ്ങനെയാണ് എനിക്ക് പറയാൻ പാടില്ല അനിഴ നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി തൊട്ട് ലോട്ടറി അടിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഈ ഗ്രഹങ്ങൾക്കൊക്കെ പരിഹാര കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മുടെ ദോഷങ്ങൾ മാറി നമുക്ക് നല്ലൊരു ജോലി കിട്ടും. ആ ജോലിയിൽ നിന്ന് വരുമാനം കിട്ടും. ആ വരുമാനം കിട്ടിയാൽ നമുക്ക് നിലവിലെ പ്രശ്നങ്ങൾ മാറാം. അതായത് കടബാധ്യതകളിൽ നമുക്ക് മാറ്റം ഉണ്ടാകും. വീടില്ലാത്തവർക്ക് വീട്, സമ്പത്ത് വന്നാൽ വീടില്ലാത്തവർക്ക് വീട് വെക്കാം. നിലവിൽ വാഹനം ഉള്ളവർക്ക് വാഹനം മേടിക്കാം. വിദേശത്ത് പോലുള്ള തടസ്സങ്ങൾ, മംഗല തടസ്സങ്ങൾ എന്നീ കാര്യങ്ങൾ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരും.
ഉള്ളവർ. അപ്പോൾ മംഗലതടസ്സം ഉള്ളവർ നമ്മൾ എന്ത് ചെയ്യണം? അനുകൂലമായിട്ടുള്ള ബ്രോക്കർമാരെയൊക്കെ കണ്ട് നമ്മൾ പത്രത്തിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കർമ്മം വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മൾ കർമ്മം കൂടെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്നാകും. ഇപ്പോൾ വിദേശത്ത് പോകുന്നൊരു തടസ്സം ഉണ്ടെങ്കിൽ അതിൻ്റെ തടസ്സ കാര്യങ്ങളൊക്കെ നീക്കുക. അപ്പോൾ വഴിപാട് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കിട്ടും. ജോലിക്ക് പ്രമോഷൻ ഇല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ തടസ്സം ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുക. ഒപ്പം തന്നെ നമ്മൾ വഴിപാട് ചെയ്യുന്നതിൻ്റെ ഫലം വെച്ചിട്ട് രണ്ട് കാര്യങ്ങളും കൂടെ നടക്കുമ്പോൾ നമ്മുടെ കാര്യം തീർച്ചയായിട്ടും ഈശ്വരൻ തരും. അതായത് നമ്മൾ കർമ്മം ചെയ്യുക, ഈശ്വരന് വേണ്ടി നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യാതെ മാറിയിരിക്കരുത്. ഇപ്പോൾ അന്യ നക്ഷത്രക്കാർ ഇത്രയും ഞാൻ പറഞ്ഞ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തി ജോലിക്ക് പോകാതെ പൈസ വരുമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. അതേസമയം ആ വ്യക്തി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അന്യ നക്ഷത്രക്കാരാണെങ്കിൽ ഈ വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്താ പറയുക, ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജോലി കിട്ടും. അവിടെയാണ് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള അന്യ നക്ഷത്രക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ വാട്സപ്പ് നമ്പറാണ്, വിളിക്കുക. അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ഗ്രഹനില രാഹുകേതുക്കളെ അറിയാൻ വേണ്ടി എനിക്ക് ഗ്രഹനില അയച്ചു അതിനുള്ള പരിഹാര കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 2025 അന്യ നക്ഷത്ര കടബാധ്യതകൾ മാറാനും നമ്മൾ ജോലിക്ക് പോവുക. ഒപ്പം തന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരാം.